കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫണ്ട് അനുവദിച്ച് ഒരു വർഷം പിന്നിട്ടിട്ടും തൃശൂർ ജില്ലാ ജനറൽ മൾട്ടി സ്പെഷ്യാലിറ്റി ലാബ് തുറക്കാൻ ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. പദ്ധതി കോർപ്പറേഷൻ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് തൃശൂരിൽ BJP പ്രതിഷേധം ശക്തമാക്കുകയാണ്. എന്നാൽ ആരോഗ്യ വകുപ്പിന്റെ അന്തിമ അനുമതി ലഭിക്കാത്തതാണ് ലാബ് വൈകാൻ കാരണമെന്നാണ് കോർപ്പറേഷന്റെ വാദം. 2025 ഫെബ്രുവരി 5-നാണ് തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി സ്ഥാപിക്കുവാൻ സുരേഷ് ഗോപി ഫണ്ട് അനുവദിച്ചത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ കീഴിൽ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ MB ഫണ്ടിൽ നിന്ന് 33 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് 2025 ഫെബ്രുവരി 5-ന്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ ജില്ലാ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ലാബ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അണ്ടർ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിതുവരെ ഭരണാനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ ഫണ്ട് ഒരു വർഷമായിട്ട് അങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ 2026 ഫെബ്രുവരി 20-ന് വന്ന വാർത്തയാണ്, അതായത് ആഫ്റ്റർ 1 ഇയർ. അപ്പോൾ നിലവിലിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF ആണ്. ഈ ഫണ്ട് അനുവദിക്കുന്ന സമയത്ത് ഭരിച്ചിരുന്നത് LDF ആണ്. നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഈ ഫണ്ട് ഇങ്ങനെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ലാബ് തൃശ്ശൂർ ജില്ലാ ജനറൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ടത് ആരാണ്? അതിപ്പോൾ LDF അനുഭാവികളായിട്ടുള്ള ആളുകൾ മാത്രമാണോ, അല്ലെങ്കിൽ UDF അനുഭാവികളായിട്ടുള്ള ആളുകൾ മാത്രമാണോ, അല്ലെങ്കിൽ BJP അനുഭാവികളായിട്ടുള്ളവർ മാത്രമാണോ? അവർ മാത്രമല്ല, അല്ലെങ്കിൽ അവരേ അല്ല, നമുക്ക് അവരെ എന്ത് വിളിക്കാം? പൊതുജനങ്ങൾ എന്ന് വിളിക്കാം. ഇനിയിപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളെന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, ബേസിക്കലി എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ആ മൾട്ടി സ്പെഷ്യാലിറ്റി ലാബ് തൃശ്ശൂർ ജില്ലാ ജനറൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ സ്റ്റേറ്റ് ഭരിക്കുന്നത് ഒരു പാർട്ടി ആയിരിക്കാം, സെൻറ്റർ ഭരിക്കുന്നത് വേറൊരു പാർട്ടി ആയിരിക്കാം, ഇനി കോർപ്പറേഷൻ ഭരിക്കുന്നത് വേറൊരു പാർട്ടി ആയിരിക്കാം. ഇങ്ങനെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയൊക്കെ മാറി മാറി ഭരിച്ചാലും ഇതൊക്കെ ബേസിക്കലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചട്ടക്കൂടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഈ എക്സിക്യൂട്ടീവും ഈ ജുഡീഷ്യറിയും ഈ ഗവൺമെൻറ്റും ഈ സിസ്റ്റങ്ങളും എല്ലാം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് ബേസിക്കലി മനുഷ്യർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം അനുഭവിക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ഓരോ മനുഷ്യനുമാണ്. അപ്പോൾ കേവലം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഭിന്നതകളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ക്രെഡിറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ പുരോഗമനപരമായിട്ടുള്ള പക്വമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലേക്കൊക്കെ മാറേണ്ട സമയം എപ്പോഴോ അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം, മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ആരോഗ്യ മേഖലയാണ്, അല്ലെങ്കിൽ ആരോഗ്യരംഗമാണ്. ആ ആരോഗ്യരംഗത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതിക്ക് അനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എത്തി നിൽക്കാൻ സാധിക്കുന്നത്. അതിനകത്ത് എല്ലാ പാർട്ടികളും, അല്ലെങ്കിൽ ഇതുവരെ ഇവിടെ ഭരിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകളും ഒക്കെ വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. അതിനൊന്നും അല്ല നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ എങ്കിലും കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള നിലനിൽപ്പിൻ്റെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എതിർപ്പുകളുടെയൊക്കെ ഭാഗമായിട്ട്, രാഷ്ട്രീയ ആരോപണങ്ങളുടെയും മറ്റ് നിലനിൽപ്പുകളുടെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യരംഗം പോലെ ഉള്ള ഈ മേഖലകളിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട പൈസ, അതായത് ഇപ്പോൾ ഈ MP ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി ജനങ്ങളുടെ പൈസ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫേവർ ഓരോ മനുഷ്യന് എത്ര നേരത്തെ കിട്ടാൻ സാധിക്കുന്നോ, എത്ര പെട്ടെന്ന്, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്തൊരു പദ്ധതികളിലോ അല്ലെങ്കിൽ കാര്യങ്ങളിൽ വരുന്ന ഈ ചുവപ്പ് നാട ഒഴിവാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനകത്ത് നമ്മൾ മറ്റ് സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതികൾ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ വളരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആരോഗ്യരംഗത്തെ ഓരോ അടിസ്ഥാനപരമായിട്ടുള്ള ചുവടുവെപ്പും നമ്മുടെ വളർച്ചയെ സംബന്ധിച്ചുള്ള വലിയ വലിയ സൂചനകളാണ്. അപ്പോൾ അവിടെ നമ്മൾ കൈവരിക്കുന്ന ഓരോ നേട്ടങ്ങളും അത് എത്ര നേരത്തെ കൈവരിക്കുന്നോ അത് അത്രയും നമുക്ക് ബേസിക്കലി മനുഷ്യരാശിക്ക് തന്നെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഈ കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ പാർട്ടികളും, അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ പ്രവർത്തിക്കേണ്ടത് ഈ പൊതുജനങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയായിരുന്നുള്ള ഒരു തിരിച്ചറിവ് ഇത്തരം കാര്യങ്ങളിലെങ്കിലും നമ്മൾ കാണിക്കേണ്ടത് ഒരു പ്രബുദ്ധത, അത്തരമൊരു രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ നമ്മൾ കൈവരിക്കേണ്ട സമയം ഏറെ അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനത്തെ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളും ആശയവൈരുദ്ധ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെല്ലാ പാർട്ടികളും ശരിക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ ആശയം കൊണ്ട് നേരിടാം, നമുക്ക് നമ്മുടെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കാം,
എല്ലാം ശരി തന്നെ. പക്ഷേ ഇതുപോലത്തെ വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റി വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്തരം ഒരു കാര്യത്തെ നമുക്ക് പ്രാവർത്തികമാക്കി എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വളരാൻ സാധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പദ്ധതിക്ക് ഈ ഫണ്ട് അനുവദിക്കുന്ന സമയത്ത് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് LDF ആണ്. നിലവിൽ ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്ന സമയത്ത്, അതായത് 2026 ഫെബ്രുവരി 20 തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ നിലവിൽ മേയർ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ന്യൂസിൽ കണ്ടത്, മുൻ ഭരണസമിതിയുടെ വീഴ്ചകളെക്കുറിച്ചും ഇപ്പോൾ നിലവിൽ DHSൽ നിന്ന്, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൽ നിന്ന് NOC ലഭിക്കാത്തതുമാണ്, അതായത് ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള NOC ലഭിക്കാത്തതുമാണ് ആ ലാബിൻ്റെ പ്രവർത്തനം അവിടെ തുടങ്ങാൻ വൈകുന്നതിനുള്ള കാരണമെന്നാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അടിയന്തരമായിട്ടുള്ള സർവീസായി പരിഗണിച്ചുകൊണ്ട് മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ കുറച്ചൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിവെച്ചുകൊണ്ട് പുരോഗമനപരമായിട്ടും കുറച്ചും കൂടി ബൗദ്ധികമായിട്ടും ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തകർക്കും ഒക്കെ നിലനിൽപ്പുണ്ടാവും എന്നുള്ളതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. കാരണം ജനങ്ങൾ ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന കാലഘട്ടം എത്തിത്തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇന്നിപ്പോൾ സാങ്കേതിക വിദ്യയൊക്കെ കുറേയേറെ പുരോഗമിച്ചു, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. പണ്ട് നമുക്ക് പത്രങ്ങളിലൂടെ മാത്രം ലഭിച്ചിരുന്ന ഒരു അറിവുകൾ പോലെയല്ല ഇന്നത്തെ കാലഘട്ടം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം പുതിയ തരത്തിലേക്കുള്ള രാഷ്ട്രീയ നേതൃത്വം നമ്മളെ ഭരിക്കാനും ഒക്കെ വേണ്ടി വരേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമെങ്കിലും, അല്ലെങ്കിൽ ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ മനസ്സിലെങ്കിലും, വരാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങളിലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കാതലായിട്ടുള്ളൊരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?